ചോദിക്കാനുള്ളത് ജെയ്സൺ മാന്തോട്ടത്തിനോടാണ്. ഞാൻ 31 വർഷം MRM-ൽ, അതായത് മീനിച്ച റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ജോലി ചെയ്തതാണ്. ജെയ്സിൻ്റെ കുടുംബം ഇപ്പോഴും ആ കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 30 പേര് പെൻഷൻ പറ്റിപ്പോയിട്ട് ഇതുവരെയായിട്ട് ജോസ് കെ മാണിയാണ്, KM മാണി സാർ രക്ഷാധികാരിയായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ. കേരള കോൺഗ്രസുമാണ് അതിൻ്റെ ഭരണസമിതിയും മൊത്തം ആൾക്കാർ വരുന്നത്. ഇതുവരെയും പെൻഷൻ പറ്റിപ്പോയിട്ട് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് 1 രൂപ പോലും ആനുകൂല്യം തന്നിട്ടില്ല. അതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? MRM അല്ലേ? എൻ്റെ സുഹൃത്ത് ശിവദാസ് ചോദിച്ചത് ശരിയായ കാര്യമാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഏതായാലും അദ്ദേഹത്തിന് മാത്രമാണോ കിട്ടാത്തത്? അല്ലല്ല, നിരവധി പേർക്കുണ്ട്. അവിടെ ഡെപ്പോസിറ്റ് കിട്ടാറുണ്ട്, കർഷകർക്ക് കൊടുക്കാറുണ്ട്, പലർക്കും കൊടുക്കാറുണ്ട്. എന്ത് പറ്റി? എന്താ സംഭവിച്ചത്? അവര് നിഷ്ക്രിയമായി ഇടപെട്ടു, കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല. അങ്ങനെ അതിന് നഷ്ടം സംഭവിച്ചു. അത് തന്നെയാണ് അതിൻ്റെ അകത്തെ കാര്യം. അതിനെതിരെ സർക്കാർ കർശനമായ നടപടിയെടുത്തില്ല. അവരെ എല്ലാം കുടിശ്ശിക, അവർക്കെല്ലാം ലയബിലിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അതിന് നിയമ നടപടികൾ സ്വീകരിക്കാറുണ്ട്. നിയമ നടപടികൾ സ്വീകരിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ എനിക്കും പൈസ കിട്ടാറുണ്ട്. ശിവദാസ എനിക്കും പൈസ കിട്ടാറുണ്ട്. നിൽക്കാം. കൺസോർഷ്യം കമ്മിറ്റി ഉണ്ടാക്കി 3 പേരെ ആ സ്ഥാപനത്തിന്റെ മണ്ടക്കയറ്റി ഇരുത്തിയിട്ടുണ്ട്. 2 കേരള കോൺഗ്രസ്സുകാരും 1 LDF-ന്റെ ആളും. അവരുടെ ഏരിയ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഒന്നും തരാൻ പറ്റിയായിരുന്നു. ഒന്നും തരാൻ പറ്റിയാണെങ്കിൽ എന്തിനാ 3 പേര് ആ കസേര കയറിയിരിക്കുന്നത്? ഇറക്കി വിടാൻ മേലെ. അതെ അതെ, അതാണ് ചോദ്യം. അത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മാത്രമാ, ഒരു സ്ഥാപനമല്ലേ. വലിയ ഏരിയ ഉള്ള വലിയ നിരവധി സ്ഥാപനങ്ങളുള്ള അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മാത്രമാ ശിവദാസേ. അല്ലാതെ അത് കൺസോർഷ്യം കമ്മിറ്റി അല്ല. കൺസോർഷ്യം കമ്മിറ്റി ആരാന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാന്നേ. അതെ, അങ്ങനെ ഞാൻ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആണെങ്കിൽ ഈ കേരള കോൺഗ്രസിന്റെ 2 LDF-ന്റെ ഒരാളും ഉള്ളോ? ഇല്ല, 3 പേർക്കുള്ളതാ. തെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ടാ. എന്തോ തെരഞ്ഞെടുപ്പ് നടത്തിയ അധികാരത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 വർഷം വന്നു. 3ാമത്തെ ഇലക്ഷൻ നടക്കുന്നു. ഈ 10 വർഷം ഇവരായിരിക്കുന്നത്. എന്തേ ഒന്നും ഉണ്ടാക്കാത്ത? ഞങ്ങൾ 40-40 പേര് പെൻഷൻ പറ്റിപ്പോയി. അവർ ജീവിക്കുന്നുണ്ടോ, കഞ്ഞി കുടിക്കുന്നുണ്ടോ എന്ന് ഈ സ്ഥാപനത്തിലെ ആൾക്കാർ ആരെങ്കിലും അറിയുന്നുണ്ടോ? ശിവദാസെ, ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അതിന് നടപടിക്രമങ്ങളില്ലേ? അതിന് ഞാനും ഏറെയല്ലേ? യെസ്, എന്തായാലും ഇതുപോലുള്ള എത്രയെത്ര പാവപ്പെട്ടവരുടെ കണ്ണുനീര്, അവരുടെ പ്രാക്ക് കേൾക്കേണ്ടി വരുന്നു ശ്രീ ജെയ്സൺ. ഞാനല്ല കേൾക്കേണ്ട വരുന്നത്, ഞാൻ ഉൾപ്പെടെ എനിക്കും പൈസ ചോദിക്കട്ടെ, ചോദിച്ച ശേഷം തരാം. അനിൽ സാറേ, ഒരു ചോദ്യമുണ്ട്. എന്നോടാണോ? ഇപ്പൊ അതെ, 3 പേരോട് കൂടിയാണ്. ഇപ്പൊ ഈ 3 മുന്നണിയുടെ ആൾക്കാർ ഇവിടെയുണ്ട്. ഇപ്പൊ എന്റെ കാലഘട്ടം കഴിഞ്ഞു, അതായത് 52 വയസ്സായി. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുണ്ട്. എനിക്ക് 52 വയസ്സായി. കാലഘട്ടം ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് കുറച്ചു കാലം ജീവിക്കണം. ആരോഗ്യപരമായ പറഞ്ഞാലോ? ആരോഗ്യ പ്രശ്നം 52 വയസ്സാ. ഓക്കെ, ടീക്കെ, സംഭവിച്ചു. അതല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ തലമുറ വരുന്നു, എന്റെ മക്കൾ വരുന്നു. ഈ പാലായ്ക്ക് വേണ്ടി അവർക്ക് ഒരു ജോലി കൊടുക്കാൻ, അല്ല അവരുടെ മുമ്പോട്ട് പോകാൻ വേണ്ടി എന്താണ് അവർ വിദ്യാഭ്യാസപരമായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 3 മുന്നണികൾ ഈ പാലായിൽ എന്ത് വേണം ചെയ്യുന്നത്? അവർക്ക് ഒരു തൊഴിലധിഷ്ഠിതമായിട്ട് അവർ IT പഠിച്ചു, അല്ലെ എഞ്ചിനീയറിംഗ് പഠിച്ചു, അല്ലെ ഹയർ സ്റ്റഡി പഠിച്ചു. എന്താണ് ഇവർക്ക് ഇവിടെ ഒരു ജോലി ഹബ്ബ് കൊടുക്കാൻ പറ്റുന്നത്? അല്ല, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ അഭാവം, അതാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ വിശദമായിട്ട്, താങ്കൾ താമസിച്ചു വന്നാണെന്ന് തോന്നുന്നു. അതെ അതെ, അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഷോൺ ജോർജിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചില ഉറപ്പുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെ, കൃത്യമായിട്ടുള്ള പദ്ധതി ഇവിടെ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സായാലും +2 പാസ്സായാലും സ്കിൽഡ് ലേബേഴ്സിന്റെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ അവർക്ക് പരിശീലനം കൊടുത്ത് കൃത്യമായി 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് എന്ന് ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോ. നമസ്കാരം, ഞാൻ വാർത്താമലയാളം ന്യൂസ് ചാനൽ കൊച്ചി ബ്യൂറോ ചീഫാണ്. അനിൽ സാർ എൻ്റെ കൂട്ടുകാരാണ്, അരുവും എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ജേർണലിസം പൂർത്തിയാക്കിയത്. ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 5 ദിവസം ഈ കുരിശുപള്ളി കവലയിൽ റിലേ സത്യാഗ്രഹം കിടന്നു. അത് ഇവർ നേരത്തെ സൂചിപ്പിച്ച വിഷയമാണ്. അതിതാണ് സഹകരണ ബാങ്കിനെതിരെയുള്ള അഴിമതി. ആ അഴിമതിക്കെതിരെ ഞങ്ങളുടെ ചാനൽ, അതായത് സംവാദം നടത്തിയത് 2 ദിവസങ്ങളിലായിട്ട് 6 മണിക്കൂറാണ്. അന്നേരം ഞാൻ ആ സമരം തീരുന്നതിന് തൊട്ട് തലേ ദിവസം ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ഒരു രാഷ്ട്രീയ നേതാക്കളും കടന്നു വന്നില്ല ഈ സമരപ്പന്തലിലേക്ക് എന്നത്. അതിനുശേഷം സഭയുടെ വക്താക്കളെ ആ സമരപ്പന്തലിൽ കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിച്ചു. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ 3 ജനപ്രതിനിധികളും കേൾക്കണം, നാട്ടുകാരും കേൾക്കണം, ബാക്കിയുള്ളവരും കേൾക്കണം. PC ജോർജ് വന്നു, അതോടൊപ്പം തന്നെ ജോ മൈക്കിൾ വന്നു, അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെ പ്രതിനിധികൾ വന്നു, സഭയുടെ വക്താക്കൾ വന്നു. 1. രണ്ടാമത്തെ കാര്യം, MRM എത്ര പ്രാവശ്യം സമരം നടത്തി. ആ വേദന ഈ അനിൽ സാർ സൂചിപ്പിച്ച പോലെ ആ കോടികൾ, അവരൊക്കെ പറയുകയാണ്, കോടികൾ ബാങ്കിലിട്ടിട്ട് വിദേശത്ത് പോയി
അതവർക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ബാങ്കിലിട്ടിട്ട് ചെന്നെടുക്കാൻ സമയത്ത് അവരുടെ കാലെ വീണ് ചോദിക്കുകയാണ് തന്നേക്കാവോ എന്ന്. എന്തൊരു കഷ്ടം. ഓക്കെ 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 അദ്ദേഹം പറയാനുള്ളതാണ്. യെസ്, ചോദിക്കണ്ടേ യെസ്, ചോദിച്ചോ. ആ, നമ്മുടെ നാട്ടിൽ ഈ സഹകരണ സ്ഥാപനങ്ങളും ബാങ്കിൻ്റെയും കാര്യം ഇവിടെ പറഞ്ഞു. ഈ ഇടതുപക്ഷ മുന്നണിയുടെ വക്താവെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന ആള്, ആ ആളിൻ്റെ മുൻകാല പ്രതിനിധിയായിരുന്ന ശ്രീമാൻ KM മാണി സാറ് 52 വർഷം ഇവിടെ ജനപ്രതിനിധിയായിട്ടും മന്ത്രിയായിട്ടും പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷം അങ്ങേരുടെ മകന്, അപ്പം ഏതാണ്ട് 60 വർഷക്കാലമായിട്ടോ ഒരേ പരമ്പരയിൽപ്പെട്ട ആളുകൾ. അപ്പം ബാങ്കുകളിലും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ ഇവിടെ രൂപീകരിച്ചത് ഈ നാട്ടിലെ കർഷകരെ കൂട്ടിയാണ്. ആയിരക്കണക്കിന് കർഷകരാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഈ MRMൻ്റെ കഥ പറഞ്ഞപ്പോൾ ശിവദാസ് പറഞ്ഞത് അവിടുത്തെ ജീവനക്കാരുടെ കാര്യമാണ്. ആയിരക്കണക്കിന് കർഷകർക്ക് ലാറ്റക്സ് ഉണ്ടാക്കാൻ വേണ്ടി പാല് മേടിച്ച പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ പാലം പണിതപ്പം അതിൻ്റെ അകത്ത് തട്ടിപ്പ് നടത്താൻ വേണ്ടി സർവേ നടത്താതെ ഞങ്ങൾ പാട 2 സൈഡിൽ പാട കണ്ടപ്പം നടുക്ക് ചതുപ്പ് നിലമായിരുന്നു, ഞങ്ങൾ സർവേ നടത്തിയില്ല, അതുകൊണ്ട് അതിൻ്റെ കമ്മീഷൻ മേടിച്ച് ആ പ്രശ്നം തീർന്നു. അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ നിങ്ങൾ 2 കൂട്ടരും നടത്തിയ സൊസൈറ്റികളും ബാങ്കുകളും യാതൊരു കാരണവശാലും ഈ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഏർപ്പാട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് മുന്നോട്ട് തുടരാമെന്നുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കുകയില്ല. ആ പൈസ കിട്ടാനുള്ള പാവപ്പെട്ട കർഷകർ തന്നെ ഉണ്ടല്ലോ മറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടം കഴിഞ്ഞുപോയി. അല്ല, ഈ ശ്രീ ജെയ്സൺ, ഇപ്പോൾ താങ്കൾ ഈ ഒരു ആക്ഷേപം വന്ന സമയത്ത് ആദ്യം പറഞ്ഞ എന്താ? BJP തട്ടിപ്പടുത്തിട്ടുണ്ട്. ആര് തട്ടിപ്പടുത്തിയാലും, സഹകരണ സ്ഥാപനങ്ങളുടെ പേരിൽ ആര് തട്ടിപ്പടുത്തിയാലും അതിൽ കൊടിയുടെ നിറമൊന്നും നോക്കണ്ട. പാവപ്പെട്ടവരാണ് വഞ്ചിക്കപ്പെടുന്നത്, അവരാണ് ഈ തട്ടിപ്പിന് ഇരയാവുന്നത് ഭൂരിഭാഗം പേരും, അല്ലേ? എനിക്ക് തന്നെ ഞാൻ ഒരുപാട് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പം മക്കളെ കല്യാണം കഴിച്ച് അയക്കാൻ, അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്, പിന്നെ ചികിത്സയ്ക്ക് എല്ലാം ഒരു എന്താ തടസ്സം വരികയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങളെപ്പോലുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല. അവർ തട്ടിപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ നടത്തുന്നതാണോ പറയേണ്ടത്? എങ്ങനെ ഇത് അവസാനിപ്പിക്കാം? കാരണം സഹകരണ മേഖല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈവെള്ളയെ കൊണ്ട് നടക്കുന്നത് ഇടതുപക്ഷമാണ് കേരളത്തിൽ. എന്തൊട്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല. നോക്കൂ, കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള, അല്ലേ? കണ്ടല സഹകരണ ബാങ്ക്, ഇതിലെല്ലാം ആരാ തട്ടിപ്പെടുത്തിയത്? പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാ? എന്നിട്ട് എന്തുണ്ടായി? അവരിപ്പോഴും സംരക്ഷിക്കുകയാണ്. ഞാൻ ഈ പണം നഷ്ടപ്പെട്ടവരുടെ കൂടെയാണ്. ഞാനും പണം നഷ്ടപ്പെട്ട ഒരാളാണ്, എൻ്റെ പിതാവ് നഷ്ടപ്പെട്ട ഒരാളാണ്. അവരുടെ കൂടെ തന്നെയാണ് ഞാനും എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും. അതിനുവേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും 100% ചെയ്യും. ഞങ്ങൾ ജനപക്ഷത്ത് തന്നെയാണ്, സഹകരണ പക്ഷത്ത് തന്നെയാണ്, നിക്ഷേപകരുടെ കൂടെ തന്നെയാണ്. ഓക്കെ, എന്തായാലും പണം നഷ്ടപ്പെട്ട ഒരാളുടെ വിലാപം കൂടിയാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ തൽക്കാലം നമുക്ക് ക്ഷമിക്കാം. എന്തായാലും ഒരു കാര്യം താങ്കൾ ഉറപ്പ് കൊടുക്കണം, ഇങ്ങനെ പാവപ്പെട്ടവരുടെ പണം ആര് തട്ടിച്ചിട്ടുണ്ടോ അവരിൽ നിന്ന് തന്നെ അത് തിരിച്ച് പിടിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം എങ്കിലും ഉണ്ടാക്കണം. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കുത്തിരി പിടിച്ചാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കും. 2 ഇടി കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ,